ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 442/2025 ആണ്. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക 31/12/2025 ആണ്. ഇനി രണ്ടാമത്തെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 460/2025. നെയിം ഓഫ് പോസ്റ്റ് വരുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. അപ്പം അതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. MCA ഓർ BTech IT ഓർ BTech കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 31/12/2025. അപ്പൊ ഇതുവരെ ഈ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ലാത്ത എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പെക്ടഡ് സിലബസിന്റെ ഒരു ഓവർവ്യൂ ആദ്യം നോക്കാം. മെയിൻലി 8 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂള് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിന്റെ മാർക്സ് വരുന്നത് 12 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന്റെ മാർക്ക് വരുന്നത് 14 മാർക്കും. ഇനി തേർഡ് മൊഡ്യൂള് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. അതിൻ്റെതും 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂള് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ഓർ ജാവ. ആ മൊഡ്യൂളിന് 10 മാർക്കാണ്. അടുത്തത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ദെൻ വരുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ആണ്, 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ്, 14 മാർക്കുണ്ട്. ഇനി എട്ടാമത്തെ മൊഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ 12 മാർക്കാണ്.